ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തിൻ്റെ ലക്ഷണശാസ്ത്രമാണ് ഞാനിന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷണശാസ്ത്രത്തിൽ മുഖത്തിൻ്റെ ലക്ഷണശാസ്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ 4 തരം ഷേപ്പാണ് ഉള്ളത് മുഖത്തിന്. അത് നമ്മുടെ പലർക്കും പല ഷേപ്പാണല്ലോ മുഖത്തിന്. അതിനകത്തിൽ 4 തരം ഷേപ്പുണ്ട്. ഒന്ന് വട്ടമുഖം, 2 ആണെന്നുണ്ടെങ്കിൽ ചതുരമുഖം, 3-മത്തെ ഓവൽ ഷേപ്പ് എന്ന് വെച്ചാൽ പിന്നെ നീണ്ട കുറച്ച് അങ്ങനെയുള്ള ഒരു ഷേപ്പ്, അതിനാണ് പിന്നെ ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പ്, അങ്ങനെ 4 തരം ഷേപ്പുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ആദ്യം സംസാരിക്കാൻ പോകുന്നതാണ് വട്ടമുഖത്തിനെ കുറിച്ചാണ്. ലക്ഷണമാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, ഒരുപാട് മനസ്സലിവുള്ള ആൾക്കാരാണ് ഈ വട്ടമുഖമുള്ള ആൾക്കാർ. എത്ര ശത്രുതാ മനോഭാവത്തിൽ ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും അവർക്കൊരു പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സലിവ് വരും. അങ്ങനെ ഒരു പ്രകൃതമാണ് ഇവർക്ക്. അതുകൊണ്ടുണ്ടല്ലോ അവർക്ക് ഈ കള്ളത്തരങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടുണ്ടല്ലോ അവർ പിന്നെ ഓരോരുത്തരെയൊക്കെ അഭിനയത്തിലൊക്കെ ചെന്ന് വീഴാനൊക്കെ ഇടവരുകയും ചെയ്യും. ചതിക്കുഴിയിലൊക്കെ ചെന്ന് വീഴുന്ന കൂട്ടരാണ് ഈ വട്ടമുഖത്തിലുള്ള ആൾക്കാർ. അതുപോലെ ഒരുപാട് ടെൻഷൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് ഇവരെ. അതുപോലെ തന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തകളുമായിട്ട് എപ്പോഴും ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരാണ്. ഈ ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ടുണ്ടല്ലോ ഇവരുടെ മനസ്സിൽ നിന്ന് പ്രയാസങ്ങൾ ഒഴിയത്തതേയില്ല. ഇങ്ങനെ കാട് കയറി ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരായി ഈ കൂട്ടര്. ഓരോ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെ. ഭയങ്കര മുൻചിന്താഗതിക്കാരാണ് ഇവരെ. പിന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇവരെ. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഇവർ സങ്കടപ്പെടുന്ന ആൾക്കാരാണ് ഇവർ. എന്ത് കാര്യങ്ങളും ഇങ്ങനെ പിന്നെ മനസ്സിൽ കൊണ്ടു നടന്നിങ്ങനെ പ്രയാസം പെട്ടിങ്ങനെ നടക്കും. അത് ഈ ചെറിയ കാര്യങ്ങളും മതിയായിരിക്കും. അതിങ്ങനെ മനസ്സിനകത്തിട്ടുകൊണ്ട് ഇങ്ങനെ വളർത്തി അതിനെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ട് നടക്കുന്ന, ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് ഇവർ. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്ന് എല്ലാം നേടിയെടുക്കുന്നവരാണ് ഇവരെ. അതുപോലെ തന്നെ ഭയങ്കര കുടുംബസ്നേഹികളായിട്ടുള്ള വ്യക്തികളാണ് ഇവരെ. കുടുംബം കഴിഞ്ഞേ ഉള്ളൂ ഇവരുടെ എന്ത് കാര്യങ്ങളും. പിന്നത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിലുണ്ടല്ല പുറമേ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പിന്നെ സന്തോഷവതികളായിട്ടൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ അവർ ഉള്ളെപ്പോഴും തേങ്ങിക്കൊണ്ടായിരിക്കും നടക്കുന്നത്. ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വെച്ചുകൊണ്ടിട്ട് പുറമേ ഇങ്ങനെ ഭയങ്കര സന്തോഷം നടിച്ചൊക്കെ നടക്കുന്ന വ്യക്തികളാണ് ഈ കൂട്ടര്. മറ്റുള്ളവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇവർ. അതുപോലെ തന്നെ ഇവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള നല്ല മനസ്സുള്ള വ്യക്തികളായിരിക്കും ഇവർ. മിക്കവരിൽ നിന്ന് ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരോടും ഒരുപാട് വിശ്വസിച്ചാണ് ഉള്ളു തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുവേ. നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പോകാതിരിക്കുക. ഉള്ളു തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനിരിക്കുന്ന നല്ലതിനെല്ലാം അത് തട്ടിമാറ്റും. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരാണെന്നുകൊണ്ട് നമ്മുടെ സീക്രട്ടുകളെല്ലാം പിടിച്ചെടുക്കത്തേ ഉള്ളൂ. നമുക്കതുകൊണ്ട് ഒരു ഗുണവും വരത്തില്ല. അതുകൊണ്ട് ഇവരാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിരിക്കുക. അതുപോലെ തന്നെ ഇവർ ഒരുപാട് ഈശ്വരവിശ്വാസികളാണ്. ഇവരാണെന്ന് എല്ലാ കാര്യങ്ങളും ഇവർ ഈശ്വരനിൽ അർപ്പിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ്. ഇവരുടെ കഠിനാധ്വാനത്തിൽ കൂടെ മാത്രമാണ് ഇവരുടെ ജീവിതമൊക്കെ നല്ല നിലയിലെത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് ഇവരെ. ഈ ചതുരമുഖമുള്ള ആൾക്കാരുടെ ലക്ഷണമാണ് ഇനി ഞാൻ പറയുന്നത്. ഈ ചതുരമുഖമുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര അഭിമാനികളാണ്. അവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യങ്ങൾക്കും അവരെ ചെന്ന് ചാടുകയില്ല. അവരെല്ലാം നോക്കിക്കണ്ടേ അവരുടെ കാര്യങ്ങളെല്ലാം നടത്തത്തുള്ളൂ. പിന്നെ അതുകൊണ്ടൊന്നുണ്ടല്ലോ അഭിമാനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം തട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഭാഗത്തോടെ അവർ പോകുന്ന കൂട്ടരല്ല. തന്നെ ആരുടെ മുന്നിലും കൈനീട്ടാത്തവരാണ് ഈ വ്യക്തികളെ. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സ്വയം തന്നെ എല്ലാം ചെയ്തു തീർക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ സ്വയം ചെയ്തു തീർത്ത് അവർക്ക് ആരെയും ഒരു വിശ്വാസവുമില്ല. അതുകൊണ്ട് അവർ തന്നെ എല്ലാം സ്വയം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അങ്ങനെ അവർ ജീവിത വിജയം നേടിയെടുക്കുന്ന വ്യക്തികളാണ് ഈ കൂട്ടര്. ആരുടെ ഒരു തീരുമാനത്തിലും ജീവിക്കുന്നവരായിരിക്കുകയല്ലേ ഇവരെ. അതുപോലെ തന്നെ അവരുടെ സ്വന്തം തീരുമാനത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. അങ്ങനെ നല്ല ആത്മവിശ്വാസത്തിൽ കൂടി അവരെന്തും നേടിയെടുക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉള്ള വ്യക്തികളുമായിരിക്കും ഇവർ. സ്വന്തം കാര്യം സ്വന്തം തീരുമാനം. ആരെയും അവരുടെ കാര്യത്തിൽ ഇടപെടുത്താറില്ല. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ആരുടെ മുഖത്ത് നോക്കി എന്തും വെട്ടി തുറന്ന് പറയുന്നൊരു സ്വഭാവമാണ്. അവർക്ക് പണക്കം ഉണ്ടാവുന്നൊന്നുമില്ല. എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഇവർക്ക്.
ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ ഓവൽ ഷേപ്പുള്ള മുഖമുള്ള ആൾക്കാരുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ച് നീളമ വരുന്ന മുഖമുള്ള ആൾക്കാരുടെ കാര്യം. നല്ല ബുദ്ധിശാലികളാണ് ഇവർ. ഒന്നാമത്തെ കാര്യം അവർ എടുത്തു പറയേണ്ട കാര്യമാണ്, ബുദ്ധിശാലികളായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ എന്ത് കാര്യവും അവർ ബുദ്ധിപരമായി മാത്രമേ ചെയ്യത്തുള്ളൂ. എന്ത് കാര്യവും അവർ ആലോചിച്ചതിന് ശേഷമേ അവർ ചെയ്യത്തുള്ളൂ. ആരുടെ കാര്യവും ഒന്നും അവർ ഒരു കാര്യവും കണ്ട് അനുകരിച്ച് ഒരു കാര്യം അവർ ചെയ്യത്തില്ല. എന്ത് കാര്യവും അവർ ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷമേ അവരവരുടെ കാര്യം അവർ ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ഓവൽ ഷേപ്പുള്ള ആൾക്കാർ. ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് മാത്രമേ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യത്തുള്ളൂ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വാക്ക് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് മാറ്റി പറയുന്ന ഒരു സ്വഭാവമേ ഇല്ല അവർക്ക്. ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ഒന്നും മനസ്സിൽ വച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇല്ല ഇവർക്ക്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ ശമിക്കുകയും ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരും അത് എവിടെ നിന്നാണെന്ന് നമുക്കറിയത്തില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സ്വഭാവമാണ്. പെട്ടെന്ന് അവർക്ക് കരച്ചിൽ വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതമുള്ളവരാണ് ഈ ഓവൽ ഷേപ്പുകാർ. കാര്യം കൃത്യമായി ചെയ്തു തീർക്കുന്നവരാണ് ഇവരെ. ഏത് കാര്യവും അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള വ്യക്തികളാണ് ഇവരാണ് ഒരുപാട്. അതുപോലെ തന്നെ കഷ്ടപ്പാടിലൂടെയാണ് ഓരോ കാര്യങ്ങളും അവർ നേടിയെടുക്കുന്നത്. അവരുടെ ജീവിതം എല്ലാം വിജയത്തിൽ കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഈ ഓവൽ ഷേപ്പിലുള്ള ആൾക്കാർ. ഓരോ വ്യക്തികളെ അവർ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർ ഇടപെടത്തുള്ളൂ. എന്തെങ്കിലും ആ വ്യക്തികളിൽ നിന്നൊരു അപാകത അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരാണെങ്കിൽ ഉള്ളിലൊരു അകലം പാലിച്ച് തന്നെയായിരിക്കും അവരുടെ ജീവിതം. അതവർ മനസ്സിൽ വെച്ചേക്കും. എന്നുവെച്ചാൽ പുറമേ കാണിക്കത്തില്ലായിരിക്കും, പക്ഷേ ഉള്ളിലെപ്പോഴും അവർക്ക് ആ തോന്നലുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഉള്ളിലൊരു അകലം തന്നെ വെച്ച് അവരോട് സഹകരിച്ച് പോകുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ. ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ട് മാത്രമാണ് അവരാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യം അവർ നേടിയെടുക്കുന്നത്. അതൊക്കെ അവർ ജീവിതത്തിൻ്റെ ഭാഗമെന്ന് മാത്രം അവർ കരുതി അങ്ങനെ മുന്നോട്ട് പോകും. ഒന്നും നിരാശപ്പെടുക. ആദ്യമൊക്കെ കുറച്ചൊക്കെ നിരാശയൊക്കെ വരുമായിരിക്കും, പക്ഷേ അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ മാറ്റി വെച്ചേക്കും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമെന്നും മാത്രം അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എല്ലായിടത്തും അങ്ങനെ വിജയിച്ചൊക്കെ വരും. ആദ്യമൊക്കെ അവർ കുറച്ചൊക്കെ കാര്യങ്ങളിലൊക്കെ അവർക്കിങ്ങനെ കഷ്ടപ്പാടും തടസ്സങ്ങളൊക്കെ വരും. അതൊന്നും ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.